ഗാസയിൽ ഭക്ഷണം വാങ്ങാനായി നിന്ന ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ ടാങ്ക് ആക്രമണത്തിൽ 51 പേർ കൊല്ലപ്പെട്ടു. ടെഹ്റാനിൽ കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ്. സദ്ദാം ഹുസൈനെ പോലെ ഖമേനിയും അവസാനിക്കുമെന്ന മുന്നറിയിപ്പ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ഹരിയാനയിലെ മനേസറിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 29 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 446 തസ്തികകൾ കൂടി ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തസ്തികയായി ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഓങ്ങല്ലൂരിലെ മഞ്ഞളുങ്കലിലുള്ള തളി മഹാദേവ ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രാഥമിക വിജ്ഞാപനം ഉടനുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി.